ഇതൊക്കെ നമ്മൾ 2005 സ്വിഫ്റ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പകുതി വിലക്കാണ്. പകുതി വിലയാണ് ഏകദേശം വരുന്നുള്ളൂ. അന്നത്തെ ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു സെലറിയോ ടൈപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഇനി ക്വിഡിൻ്റെ ടൈപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു വാഹനമാണ്. അതിന് ആ വിലപ്പാകം വന്നൊരു കാരണമുണ്ട്. അതിൻ്റെ പുറകെ ഇടിച്ചിട്ട് ഡിക്കിയുടെ അവിടെയൊക്കെ പേസ്റ്റിങ് മാറ്റി. ഡാറ്റ്സിൻ്റെ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. ലേഡീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ്. ഇതേവരെ വീഡിയോ ചെയ്തിട്ട് ഒരു ഗ്രാൻഡ് ഇല്ലാതെ നമ്മൾ വീഡിയോ ചെയ്തിട്ടോ? ഇല്ല, ഉണ്ടാവില്ല. വാറണ്ടിയും സർവീസ് ബാക്കിയുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ടിന്റെ വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫുൾ ഓണിൽ കാറുകൾ വേണ്ടവർക്ക് ഈ വീഡിയോ തീർച്ചയായും കാണാം. ഒരുപാട് ഫുൾ ഓൺ വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാം വരുന്നത് ഏകദേശം ഒരു മിഡിൽ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. ചെറിയ കാറുകൾ, ആ സെഗ്മെൻറ്റാണ് ഇന്ന് കൂടുതൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം ക്ലബ് സി ഓട്ടോമോട്ടീവ്. സനൂപിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സനൂപ് ഇങ്ങോട്ട്. ഓക്കെ, സുഖമല്ലേ? സുഖം. ഓക്കെ, ഫുൾ ലോൺ ഞാൻ പറഞ്ഞു. ലോണ് എല്ലാവരോടും എടുക്കാൻ നിർബന്ധിക്കൊന്നുമല്ല. ഇനി ഒരു കാറ് വേണമെന്നുള്ളവർക്ക് ഒരാഗ്രഹത്തിന്, അവരിപ്പം പൈസ ഇല്ലെങ്കിൽ പക്ഷെ അടക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ നോക്കിയിട്ട് എടുക്കാം. അത് നോക്കിയിട്ട് എടുക്കാം. പരമാവധി ലോൺ എടുക്കാതെ വാഹനം എടുക്കാൻ പറ്റുമെങ്കിൽ അതാ നല്ലത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ലോൺ പറയാണ് ഫുൾ ലോണിൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, കൊടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാ ചെറിയ സെഗ്മെന്റ് തന്നെയാണ്. ലൊക്കേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് മാവൂരേക്ക് പോകുന്ന വഴി മീഡിയ വൺ ഉണ്ട്. മീഡിയ വൺ ചാനലിന്റെ ഓഫീസ് അതിന് തൊട്ടടുത്തായിട്ടാണ് ക്ലബ് സി ഓട്ടോമോട്ടീവ്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ആദ്യ വാഹനം ഡാറ്റ്സൺ ഗോ അല്ലേ? ഗോ ആണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വാഹനമാണ് ഇത്. ഐറ്റം കാർ. പറഞ്ഞോളൂ, എങ്ങനെയാ? 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, 55,000 കിലോമീറ്റർ. 2015 സിംഗിൾ ഓണർ, 55 ഓടിയ വാഹനമാണ്. വലിയൊരു ഓട്ടമല്ല, ഓട്ടം കുറവ് തന്നെയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം ഇത് തന്നെയാണ് വരിക. മേജറായിട്ട് പരിക്കുകളൊന്നുമില്ല. ലിമിറ്റഡ് എഡിഷൻ സ്റ്റിക്കർ ഉള്ള മോഡലാണ്. ഓക്കെ, സൈഡിലെ സ്റ്റിക്കർ കാണാൻ നല്ല രസമുണ്ട് വണ്ടിയാണ്. ഒരു സ്പോർട്ടി ടൈപ്പ് സ്റ്റിക്കറാണ് വരുന്നത് അല്ലേ? കാണാൻ രസമാണ്. ഓക്കെ, മൈലേജ് ഒരു നോർമൽ പെട്രോൾ വണ്ടിയിൽ 15 അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ അല്ലേ? ഓക്കെ, പണികളൊന്നും ഇല്ലല്ലോ? നിലവിൽ പണികളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, വലിയ ഓട്ടോ ഓടിയില്ല. പെട്രോൾ എത്ര കൊടുക്കാം? നമുക്ക് 220 ആസ്ക് ചെയ്യുന്നത്. അതിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2015 വാഹനം, 2,20,000 രൂപയ്ക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ. ഓക്കെ, ഇതൊക്കെ നമ്മൾ 2005 സ്വിഫ്റ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പകുതി വിലക്കാണ്. പകുതി വിലയാണ് ഏകദേശം വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു മെയിൻ്റനൻസ് ഒന്നുമില്ല അല്ലേ? ഇപ്പോൾ ഇല്ല, ഒന്നുമില്ല. നിലവിൽ നമ്മൾ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് ക്ലീൻ ആക്കി വെച്ചതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, എടുത്തിട്ട് പൈസ മതി. ഓക്കെ. റിനോ ക്വിഡ് വന്നു. KL 43 രജിസ്ട്രേഷൻ ക്വിഡാണ്. പറഞ്ഞു. 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ, RXT ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ലോ കിലോമീറ്റർ ഓടിയുള്ളൂ കേട്ടോ. 27,000 മാത്രം. 2016 RXT ഇല്ല. അപ്പോൾ എയർ ബാഗ് വരുന്നുണ്ട് ഇതിൽ? ഇല്ല, എയർ ബാഗ് വരുന്നില്ല. RXT ഓപ്ഷനിലാണ്. എയർ ബാഗ് വരുന്നത്. RXT ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയ വാഹനം. 800 cc അല്ലേ? 800 cc. 800, 18-20 മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റ് ആണ്. ടയേഴ്സും സ്റ്റോക്ക് ടയേഴ്സ്, കമ്പനി വന്ന ടയറാണ്. ആ ഒരു ഓട്ടത്തിന്റെ തന്നെ ബാക്കിയുണ്ട് അല്ലേ? ബാക്കിയുള്ള വാഹനം നല്ല ക്ലീൻ വാഹനമാണ് കേട്ടോ. വേറെ മേജറായിട്ട് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വാഹനം, ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്ര കൊടുക്കാം? 260 നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം പരമാവധി കുറച്ച് കൊടുക്കുക, പരമാവധി ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2,60,000 അല്ല? 2016 ക്വിഡാണ്. 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കണം. നല്ല ക്ലീനുമാണ്. ഓക്കെ, മാക്സിമം ലോൺ കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ ടിയാഗോണ്. KL 47 രജിസ്ട്രേഷനാണ്. 47 കൊടുക്കല്ലോ അല്ലേ? പറഞ്ഞോളൂ. 2017 മോഡല്, 20 രജിസ്റ്റർ ചെയ്ത സിംഗിൾ ഓണറായിട്ടുള്ള വാഹനം. എന്ത് പറ്റി പല്ലയ്യ? എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് കമ്പനിയുടെ വാഹനമാണ്. കൊടുങ്ങല്ലൂർ ടാറ്റ ഷോറൂമിൻ്റെ വാഹനമാണ്. അപ്പോൾ ഓട്ടം കൂടെ പറഞ്ഞോളൂ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 300 കിലോമീറ്റർ ബാക്കിൽ വരെ ഫുൾ കമ്പനി സർവീസ്, പ്രോപ്പറായിട്ട് കമ്പനി സർവീസ്, ഫുൾ സർവീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വിലപ്പാകത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഓക്കെ, 20 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 20 അപ്പോൾ 20 മുതലാണ് പേപ്പർ വരിക. നമുക്ക് ടാക്സ് വരിക. അപ്പോൾ 20, 15, 35, 2035 വരെ പേപ്പറുള്ള വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. 4,10 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 4,10,000 രൂപ. ഫുൾ ഓപ്ഷൻ വാങ്ങാം കേട്ടോ. എക്സെഡ്. ഓക്കെ,
അന്നത്തെ ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്, സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. നമുക്കത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ ഉണ്ട് അല്ല, ഒരു ഏകദേശം 4 അല്ല ഫുൾ ഓൺ കിട്ടുന്നല്ല, ഏകദേശം ഒരു 16-17 മൈലേജ് ഉണ്ടാവും അല്ലേ? 16-17 മൈലേജ് ഉണ്ടാവും. മൈലേജ് കിട്ടും. ഓക്കെ, പിന്നെ വാഹനത്തിൽ ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി വാഗണർ KL 18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. നിങ്ങളുടെ നാട്ടുകാരുടെ വാഹനം കേട്ടോ. അതെ, പറഞ്ഞോളൂ. 2016 മോഡൽ VX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2016. ബാക്കി ഓട്ടം 49,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനം. ലോ കിലോമീറ്റർ ഓടി. പ്രോപ്പർ സർവീസ് ആണ് അല്ല? പ്രോപ്പർ സർവീസ്. ഓക്കെ, ഒരു ഒതുങ്ങിയ ഒരു ഓട്ടോമാറ്റിക്, അതായത് ഇത് സെലേറിയോ എല്ലാം ഒരേ കാറ്റഗറി തന്നെയാണ്, എഞ്ചിൻ പൈസ എല്ലാം കൊണ്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സെലേറിയോ ടൈപ്പ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഇനി ക്വിഡിൻ്റെ ടൈപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു വാഹനമാണ്. കിഡ് വേറെ ഉണ്ട് അല്ല, അത് കാണിക്കാം. അവർ നോക്കണ്ട, അവർക്ക് വേറെ വണ്ടി ഉണ്ട്. അവർ നോക്കണ്ട. ഓക്കെ, അവർക്ക് വേറെ ഉണ്ട് ഓട്ടോമാറ്റിക്. ഇത് 420 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു നെഗോഷ്യബിൾ ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോണ് 3.25-4 രൂപയുടെ അടുത്തൊരു ലോണും കിട്ടും. ഓക്കെ, 4 lakhs വരെ കിട്ടും. എന്തായാലും ഒരു 20,000 മുതൽ ഒരു 50,000 ഒക്കെ കണ്ടിറക്കാൻ പറ്റും അല്ല? ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. 2016 45,000 ഉള്ള 49,000 കിലോമീറ്റർ. 49,000. ഓക്കെ, കിലോമീറ്റർ ഓടിയ വാഹനം. കമ്പനി ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. മാരുതി തന്നെയാണ്. ഓക്കെ, ഓക്കെ. ക്ലെയിം ചെറിയൊരു പെയിന്റ് കാര്യങ്ങൾ പെയിന്റ് ബമ്പർ അതൊക്കെ ഉണ്ടാവും. വേറെ ഒന്നുമില്ല. ഡാറ്റ്സൺ ഗോ പ്ലസ് 7 സീറ്റർ വാഹനമാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് ഗോ ആണ്. ഓക്കെ, എവിടെ രജിസ്റ്റർ ചെയ്ത്? ഇത് KL 43 ആണ്. ഓക്കെ, പറഞ്ഞോളൂ. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 35,000 കിലോമീറ്റർ. 35,000 ലോ കിലോമീറ്റർ ആണ്. 7 സീറ്റർ എന്ന് പറഞ്ഞാൽ പുറകിൽ വലിയ ആളുകൾക്കൊന്നും കുറേ കുട്ടികളും അത്യാവശ്യമായിട്ട് ചെറിയ ജേണിക്കൊക്കെ ഇരിക്കാം. ഒരു 3-4 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി സുഖമായിട്ട് പോകാം. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ടയേഴ്സും പുറകിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് കാരണം കിലോമീറ്റർ 36,000 കിലോമീറ്റർ അല്ലേ? അതിൻ്റെ സ്റ്റോക്ക് ടയറാണ്. ഓക്കെ, പറവളോ എത്ര കൊടുക്കാം? ഇത് നമ്മൾ 2,65,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും മാനേജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും മാക്സിമം ഫുൾ ലോൺ ആക്കി കൊടുക്കാം കേട്ടോ. ഒരു 240 റേഞ്ചിൽ ലോൺ കിട്ടും. ഇത് മോഡൽ പറഞ്ഞാൽ 2016. ഇതേ സാധനം ഞാൻ 2.15 കണ്ടിട്ടുണ്ട് വാഹനം. ഞാൻ കണ്ടിട്ടുണ്ടാവും പറയുന്നത്. പറഞ്ഞു വരട്ടെ, 2.15 ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇതേ സാധനം 2016 മോഡൽ വണ്ടി. പക്ഷേ കിലോമീറ്റർ അത് കുറച്ച് ഓടിയിട്ടുണ്ട്. 50-55 അടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് ആ വിലപ്പാകം വന്നൊരു കാരണമുണ്ട്. അതിൻ്റെ പുറകെ ഇടിച്ചിട്ട് ഡിക്കിയുടെ അവിടെയൊക്കെ പേസ്റ്റിങ് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 4 മാസം മുമ്പ് ഇവിടെ നിന്ന് നമ്മൾ 2 രൂപ കൊടുത്തിട്ടുണ്ട്. 16 വാഹനം. അത് അത് പറഞ്ഞു വരികയാണ്. അല്ല, അതെന്തായിരുന്നു? അത് കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. കിലോമീറ്റർ പിന്നെ വണ്ടിയുടെ എന്താ പറയാ, ഒരു വണ്ടി ഒരു മേനല്ലാത്ത വണ്ടി മൊത്തത്തിൽ വൃത്തി കുറവുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ ആ റേറ്റ് കുറച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്തായാലും വണ്ടി നീറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും വന്ന് നോക്കാം. ഓക്കെ, ഫുൾ ഓൺ കിട്ടില്ല? ഫുൾ ഓൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ ഒരു ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് ഐട്ടൺ വന്നു. ഫുൾ അല്ലേ? പുഷ് ബട്ടറും അലോയ്സും ഒക്കെ എല്ലാം വരുന്ന മോഡൽ. ഏതാ മോഡൽ? 2015 മോഡൽ ആസ്റ്റ. 58,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്. KL 17. ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, ടോർക്ക് 80 അതന്നെ. ഓക്കെ, മൈലേജ് കുറച്ച് ഷോർട്ടായിരിക്കും. കംഫർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാവും. ഓരോരുത്തരുടെ ചോയ്സാണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം കേട്ടോ. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മളിപ്പോൾ 4,30,000 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം ചെയ്തിട്ട് ഒരു 85-90% ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2015 ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ഐട്ടൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാക്സിമം ലോണും കയറും. ഓക്കെ, മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 11 to 13, 14 വരെയൊക്കെ മാക്സിമം അത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഡാറ്റ്സന്റെ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. അടുത്ത ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL 33 രജിസ്ട്രേഷൻ. ഡാറ്റ്സൺ റെഡിഗോ ചെറിയ വാഹനമാണ്. റെഡിഗോ അത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. AMT തന്നെയാണ് ഗിയർ ബോക്സ് വരിക. ഏതാ മോഡൽ? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 32,000 കിലോമീറ്റർ. ഓക്കെ, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 32,000. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷൻ വരും. ഓക്കെ, ടയേഴ്സ് എങ്ങനെ? ടയേഴ്സ് സ്റ്റോക്ക് ടയേഴ്സ് ആണ്. അത്യാവശ്യം ഉണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം ഉണ്ട്. പുറകിലൊരു അത് റൊട്ടേഷൻ 60%. ഓക്കെ,
320 നമ്മളിവിടെ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതി മാറ്റം ചെയ്തിട്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 2018 ഒരു ഓട്ടോമാറ്റിക് വാഹനം 3,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, എങ്ങനെയായാലും ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. ഈ വണ്ടി ഞാൻ ഓടിച്ച വണ്ടിയാണ്, കിട്ടും. ചെറിയ വണ്ടിയാണ്, നല്ല ഒതുക്കത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ക്വിഡാണ്, KL 2 കൊല്ലം വണ്ടിയാണ്. പറഞ്ഞോളൂ. 2019 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ആണ്. RXT ഓപ്ഷനിൽ എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. ഏറ്റവും ടോപ്പിന്റെ ക്വിഡിൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 2019 മോഡല്. ഓക്കെ, ബാക്കി ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് ആണ്. ടയർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. നമുക്ക് 380 ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മറിഞ്ഞു ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, 2019 RXT ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഇത് 1 ലിറ്റർ ആണോ 800 ആണോ? 1 ലിറ്റർ സീസ്. ഓക്കെ, 1000. നമുക്ക് വേറെ ഒരു വണ്ടി കൂടെ ഉണ്ട് വരാണ്ട്. നാളെ മറ്റന്നാൾ വണ്ടി എത്തും. ഒരു ക്ലൈംബർ ഓട്ടോമാറ്റിക്. ശരി, ഇത് ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക്. ക്ലൈംബർ ഓട്ടോമാറ്റിക് 18-19 ഒരു ബ്ലൂ കളറിലെ വണ്ടി വരാം. ഓട്ടോമാറ്റിക്കലി 1 ലിറ്ററേ വരുന്നുള്ളൂ. മിസ്സായി പോയതാണ്. ഓക്കെ, ഒരു 17-18 കിട്ടുമായിരിക്കും മൈലേജ്. മാനുവൽ ആണെങ്കിൽ 20 വരെ കിട്ടിയാൽ 17 വണ്ടിയിലോട്ടൊന്നും വേണ്ടി കിട്ടും. എന്തായാലും കിട്ടും. MT അല്ല, അതുകൊണ്ട് വലിയ വ്യത്യാസം വരില്ല. ഈ ലേഡീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് കിഡ്. കൂടുതൽ ലേഡീസ് എൻക്വയറി വരുന്നത് ഇതിന്. നമ്മൾ വാങ്ങിക്കുന്ന വണ്ടിയുടെ ആശയോന്റെ പേര് ലേഡീസ് ആയിരിക്കും. നമ്മൾ കൊടുക്കാൻ പോകുന്നതും ഏതെങ്കിലും ലേഡിക്കായിരിക്കും. ഞാനിപ്പോൾ കിഡ് ഇന്ന് പർച്ചേസ് ക്ലൈംബർ, അതിലുണ്ട് ലേഡിന്റെ പേരാ. എപ്പോൾ ഞാൻ ശ്രദ്ധിക്കും പേര് നോക്കാൻ വേണ്ടിയിട്ട്. കൗതുകമാണ് നോക്കുമ്പോൾ ആ ലേഡി റെഡി. എല്ലാ വണ്ടി തന്നെ ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതെ, വീണ്ടും ഡാറ്റ്സൺ ഗോ തന്നെയാണ്. നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. പുതിയ ടയേഴ്സ് ആണ്, 4 പുത്തൻ ടയേഴ്സ് ആണ്. ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? KL 71. 71 എവിടെ? ബത്തേരിയോ എവിടെയാ? അല്ല, നിലമ്പൂരാണ്. നിലമ്പൂർ രജിസ്ട്രേഷനുള്ള ഒരു ഡാറ്റ്സൺ ഗോ 1.2 ലിറ്റർ വണ്ടി തന്നെ. പറഞ്ഞോളൂ. 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 60,000 കിലോമീറ്റർ. 60,000. ബാക്കി 190 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഏതാ ഓപ്ഷൻ? ടി ആണ് അല്ലേ? ഓക്കെ, 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട 3 ഡാറ്റ്സണും 2 ഉള്ളിലായിട്ട് വരുന്നതാണ്. 1 2 കുറച്ച് 220, ചെറിയൊരു 20,000 വ്യത്യാസം. അപ്പോൾ 3 അങ്ങനത്തെ വണ്ടികൾ കൊടുത്ത് 3 വണ്ടികളും ഫുൾ ലോണാണ്. ഇതും ഫുൾ ലോണാണ്. അത്രേ പറയാനുള്ളൂ. ഓക്കെ, വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല. ഡാറ്റ്സണിൻ്റെ സർവീസ് സെൻറ്റർ വരിക വെച്ചാൽ നമ്മളെ നിസാൻ്റെ അതേ സർവീസ് സെൻറ്റർ തന്നെയാണ് ഡാറ്റ്സണും സർവീസ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം. കോഴിക്കോടാണെങ്കിൽ നമുക്ക് പാവങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാം സെയിം ബ്രാൻഡ് തന്നെയാണ്. ബേസിക്കലി ഒരേ ബ്രാൻഡാണ് വരുന്നത്. അപ്പോൾ എടുക്കുന്നതിൽ കൂടുതലൊന്നും പേടിക്കാനില്ല. നമ്മൾ സ്ഥിരം കൊടുക്കുന്നല്ലേ. അതെ, ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിത് വിൽക്കാൻ പറ്റുകൊണ്ടല്ലോ വാങ്ങിച്ചു വെക്കുന്നത്. തീർച്ചയായും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ വാങ്ങിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് I10 ഗ്രാൻഡ് വന്നിരിക്കുന്നു. ക്ലബ്സിൽ ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ട് ഒരു ഗ്രാൻഡ് ഇല്ലാതെ നമ്മൾ വീഡിയോ ചെയ്തിട്ടോ? ഇല്ല, ഉണ്ടാവില്ല. മറ്റു പല വണ്ടി ഇല്ലാന്നുണ്ട്, പക്ഷേ ഉണ്ടാവും. ഓക്കെ, ഇത് KL 40 പെരുമ്പാവൂർ. പറഞ്ഞോളൂ. 2019 മോഡല്, 33,000 കിലോമീറ്റർ. ഓക്കെ, ലോ കിലോമീറ്റർ ഓടി. ഏതാ ഓപ്ഷൻ? മാഗ്ന AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരും, മിറർ ഫോൾഡിംഗ് വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ് മിറർ ഫോൾഡിംഗ് വരില്ല, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. ഓക്കെ, ബാക്കി നല്ല നീറ്റ് ക്വാളിറ്റി വാങ്ങാനാണ്. നമുക്ക് 4,45 നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 4,47,000 2019 മാഗ്ന I10 ഗ്രാൻഡ് 90% ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 90% ലോൺ കിട്ടും. അത്യാവശ്യം പവർ ഉള്ളൊരു സെഗ്മെൻ്റാണ്. 1.2-ൽ വേറെ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1.2-ൽ പോളോനെ കമ്പയർ ചെയ്യണ്ട. അതിൻ്റെ താഴെയായിട്ട് നല്ല കംഫർട്ടിൽ ഓടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പവറുള്ള വാഹനമാണ് I10 ഗ്രാൻഡ്. അത്രയേ ഉള്ളൂ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, നിലവിൽ വർക്കൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഡോറിന് മുകളിൽ, ചെറുതായിട്ട് മൈനറായിട്ട്, വേറെ ഒന്നുമില്ല. വീണ്ടും ഡാറ്റ്സൺ ഗോ വന്നു. KL 5 കോട്ടയം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. 80,000 ഓടിയിട്ടുള്ളൂ. നോർമൽ ഔട്ടാണ് ആ ഒരു വർഷത്തിൻ്റെ അല്ല? ഓക്കെ, പ്രൈസ് അറിയണം, ഫുൾ ലോണൊന്നും അറിയണം. 1,95 നമ്മൾ ചോദിക്കുന്നത്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഫുൾ ലോണിൽ ഒരു വാഹനം. 2 ലക്ഷത്തിനുള്ളിൽ ബഡ്ജറ്റ് വരുന്ന 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വാഹനമാണ്. നല്ല നീറ്റ് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സും ആവറേജ് ഉണ്ട്. ഫ്രണ്ട് കുറച്ച് കുറവുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല ക്ലീൻ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? ഓക്കെ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ വണ്ടിക്കൊക്കെ 1.2 എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു മൈലേജ് എന്ന് വെച്ചാൽ 13-15 ആ ഒരു റേഞ്ചാണ്.
കോമൺ ആയിട്ടുള്ള മൈലേജ് പറയും. ഏത് വണ്ടി എടുത്താലും ഏകദേശം അത് ആ കിട്ടും. റേഞ്ച് കിട്ടും. കാറാണോ ആ മൈലേജ് കിട്ടും. പെട്രോൾ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ടിയാഗോയിൽ ഒരു വെറൈറ്റി കളറാണ്, അതായത് ഒരു പ്ലം. രണ്ട് കളറായിട്ട് നമുക്ക് തോന്നിക്കും. ഒന്ന് ഇത് ഒറിജിനൽ തന്നെ കാണും, ഇടയ്ക്ക് ലോകം എന്നൊക്കെ ബ്ലാക്ക് ആയിട്ട് തോന്നും അല്ലേ? ടിയാഗോ ബ്ലാക്ക് ഇല്ല. ഇത് KL 65 രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് ടിയാഗോ. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല് എക്സ് പ്ലസ് ടോപ്പ് എൻഡ് വാഹനം. ഏറ്റവും ടോപ്പ് മാനുവൽ. പറഞ്ഞോളൂ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ. 2022 എന്ന് പറയുമ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ കഴിഞ്ഞു. ജസ്റ്റ് കഴിഞ്ഞു അല്ലേ? ജസ്റ്റ് കഴിഞ്ഞു. എന്തെങ്കിലും വാറണ്ടി ആവശ്യം നമുക്കില്ല. ടാറ്റയ്ക്കില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇല്ല, ടാറ്റ ടിയാഗോയൊന്നും വാറണ്ടി ആവശ്യമില്ല. ധൈര്യമായിട്ട് എടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16-17 മൈലേജ് കിട്ടും. 16-17 മൈലേജ് കിട്ടും. നോർമൽ വാഹനം. പിന്നെ ഒരു ചെറിയ ഫാൻസി നമ്പർ ആണോ? അതിന്റെ ഫാൻസി നമ്പർ ആണ് 0014. ഓക്കെ. 3-ാം മാസമായിരുന്നു 2022. 3-ാം മാസമാണ്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞില്ല. വാറണ്ടി ഇന്നലെ ആയിരുന്നു വാറണ്ടി ഡേറ്റ്. അവരെന്താ ഈ വാറണ്ടി എന്ന് പറയുന്നത് കസ്റ്റമർ ഡെലിവറി എടുക്കുന്നതല്ല. കസ്റ്റമർ അവർ ടാറ്റ ഷോറൂമുകാർ ബില്ലടിക്കുന്ന ദിവസം ഉണ്ടാവും. അവർ വാഹനം ബില്ല് ചെയ്യും ടാറ്റയിൽ. ആ ബിൽ ചെയ്ത ഡേറ്റ് മുതലാണ് വാറണ്ടി. ഇത് രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. ഇത് രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. ഓക്കെ. ശരി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനൊരു ഏഡിലോ OLX-ലോ അങ്ങനെ നിങ്ങൾ വീഡിയോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. 2022 മോഡൽ ടിയാഗോ എക്സ് പ്ലസ് 585 കൊടുക്കുന്നത്. 5,85,000 രൂപയ്ക്ക്. ഇത് ഈ വണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 840 വില ഉണ്ട്. 8.5 അടുത്ത് ഏകദേശം വില വരുന്ന വാഹനമാണ്. അതാണ് നമുക്കിപ്പോൾ 585 കൊടുക്കാം. എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ. അടിപൊളി. ലോൺ എത്ര കയറും? ലോണ് ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. വണ്ടി ചാൻസ് ഉണ്ട്. പുതിയ വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ 8 ഉണ്ട് പുതിയ വണ്ടിക്ക്. ഫുൾ ലോൺ. ഓക്കെ. ടയർ ഭാഗം കുറച്ച് കുറവുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. എന്താ മാറ്റുന്നുണ്ടോ അതോ? സ്റ്റോക്ക് ടയറാണ്. ഓക്കെ. പുറകിലുണ്ട്. പിന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു 7 സീറ്ററാണ്. റെനോ ട്രൈബർ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? 2019 ഡിസംബറിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തത്. ഓക്കെ. 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സർവീസും ബാക്കിയുണ്ട്. ഒരു ഫ്രീ സർവീസ് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി. അപ്പോൾ കമ്പനി കംപ്ലീറ്റ് ചെയ്തായിരിക്കും അല്ലേ? ഓക്കെ. പ്രോപ്പറായിട്ട് കമ്പനി ഫുൾ പ്രോപ്പർ സർവീസ്. ഓക്കെ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 15-16 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? ഫുൾ ലോഡ് പോയാലും കിട്ടും. ഫുൾ ഓപ്ഷൻ ആണ്. ഡാർക്ക് സെഡ് ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ്. ഓക്കെ, പറഞ്ഞോളൂ. എത്ര കൊടുക്കാം? 630 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നല്ല മാനേജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പരമാവധി ലോൺ ചെയ്ത് കൊടുക്കാം. 2019 രജിസ്ട്രേഷനാണ്. 6,30,000 രൂപയ്ക്ക് RX ടോപ്പ് എൻഡ് ട്രൈബർ കൊണ്ടുപോകാം അല്ലേ? വാറണ്ടിയും ഫ്രീ സർവീസ് ബാക്കിയുണ്ട്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടും? ഒരു 5 to 5.5 വരെ ലോൺ ഉണ്ടാവും. ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്കോ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇത് ഒരു വാഗണറാണ്. KL 16 രജിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ ഒരു ഓട്ടോമാറ്റിക് കണ്ടിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കാണ്. സെയിം ആണ്. ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. 33,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നീറ്റ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. VXI ഓട്ടോമാറ്റിക്. ഒരു 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓക്കെ. ബാക്കി പ്രൈസും കൂടെ പറ. ഇത് നമുക്ക് നെറ്റായിട്ട് ഒരു 4,30,000 രൂപ കൊടുക്കാം. 2017 വണ്ടി 4,30,000 രൂപ. അതിന് മുകളിൽ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് നമ്മൾ 4 രൂപ ചോദിച്ചു. നമ്മളെ ഒരു പാർക്കറ്റ് നമ്മുടെ സുഹൃത്തിന്റെ വാഹനമാണ്. പുള്ളി അത്ര ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ. 4,30,000 ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ടിന് വണ്ടിയാണ്. പുള്ളിക്കാർ ദുബായി പോവാണ്. അതുകൊണ്ട് നമുക്കൊരു വലിയ ലാഭം വേണ്ട. അത് ഉദ്ദേശിച്ച് മാത്രമാണ് കുറച്ച് ചോദിക്കുന്നത്. ഓക്കെ. 4,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് 2017 VXI വാഗണർ സ്വന്തമാക്കാം. മാക്സിമം ലോൺ കയറും. 17 എൻ്റെ അഭിപ്രായത്തിൽ 380 വരെ മാനുവൽ വണ്ടിക്ക് തന്നെ കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഒരു 20,000 ഒക്കെ കണ്ടാൽ ചിലപ്പോൾ ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 14 വണ്ടിയോളം കാണിച്ചു അല്ലേ? 14 വണ്ടിയോളം നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ സ്റ്റോക്ക് വീണ്ടും വന്നിട്ട് നമുക്ക് വരാം. വണ്ടികൾ വരാനുണ്ട്. ആയിക്കോട്ടെ, പെട്ടെന്ന് വരട്ടെ. പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അതിൽ തന്നെ ഫുൾ ലോൺ കാറുകളൊക്കെ ഉണ്ട്. ഫുൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലോണിൻ്റെ തിരിച്ചടവ് താങ്ങാൻ പറ്റുന്നവർ മാത്രമേ ലോൺ എടുക്കാവൂ. ബാക്കി ആരും എടുത്തിട്ട് വെറുതെ പൈസ കളച്ച് വണ്ടി എടുക്കാം. നിങ്ങൾക്ക് എടുത്ത് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം വണ്ടി. അത്രയേ പറയുന്നുള്ളൂ. പക്ഷേ ഫുൾ ലോൺ എടുത്ത വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ.
അപ്പോൾ സനൂപേ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? ഓ അപ്പോൾ എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്.